നമുക്ക് ഇനി കോഴിക്കോട് നോർത്ത് അതും സാധ്യത കാണുന്ന കടുത്ത മത്സരം കാണുന്നതെന്ന് UDF വിലയിരുത്തുന്ന ഒരു മണ്ഡലമാണ് കോഴിക്കോട് നോർത്ത്. കോഴിക്കോട് നോർത്തിൻ്റെ ഒരു ചിത്രം ഇതാണ്. 2011 LDF പ്രദീപ് കുമാർ 57,123 വോട്ടിൽ 8,998 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നു. PV ഗംഗാ തന്നെ പരാജയപ്പെടുന്നു. 2016 64,192 വോട്ട് നേടുന്നു. 27,873 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടു കൂടിയാണ് 2016 വിജയിക്കുന്നത്. അത് വലിയ ഭൂരിപക്ഷമാണെന്ന് ആലോചിക്കണം. 2021 തോട്ടത്തിൽ രവീന്ദ്രൻ വരുന്നു. തോട്ടത്തിൽ രവീന്ദ്രൻ 2 ടേമിൻ്റെ മാനദണ്ഡം വന്നപ്പോഴാണ് പ്രദീപ് കുമാർ എന്ന എപ്പോൾ നിർത്തിയാലും വിജയിക്കുന്ന ഒരു നേതാവിനെ മാറ്റി തോട്ടത്തിൽ രവീന്ദ്രനെ കൊണ്ടുവരുന്നത്. തോട്ടത്തിൽ രവീന്ദ്രനും അവിടെ 12,920 KM അഭിജിത്തിനെയാണ് പരാജയപ്പെടുത്തുന്നത്. യുവമുഖമായിരുന്ന KM അഭിജിത്തിനെ പരാജയപ്പെടുത്തി 12,928 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കുന്നു. ഇത്തവണ എങ്ങനെയാണ് കോഴിക്കോട് നോർത്തിൽ തോട്ടത്തിൽ രവീന്ദ്രനും അതോടൊപ്പം തന്നെ ജയന്തുമാണ്. ജയന്ത് അവിടെ ദീർഘകാലമായി കോഴിക്കോട് കേന്ദ്രീകരിക്കുന്ന കോൺഗ്രസിൻ്റെ യുവനേതാവ് നിൽക്കുന്നു. തോട്ടത്തിൽ രവീന്ദ്രനെ പോലെ എല്ലാ വിഭാഗം ആളുകളുടെയും വോട്ട് ശേഖരിക്കാൻ കഴിയുന്നൊരു നേതാവ് മറുഭാഗത്ത് നിൽക്കുന്നു. അവിടെ എങ്ങനെയാണ് ഈ സാധ്യതകൾ? കിരൺ, കോഴിക്കോട് ജില്ലയിൽ ഏറ്റവും ശക്തമായ അല്ലെങ്കിൽ ഒരു ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്നത് കോഴിക്കോട് നോർത്തിലാണ്. നേരത്തെ കോഴിക്കോട് എന്ന പേരിൽ നിന്ന മണ്ഡലം അവിടെ നിന്നും തുടർച്ചയായി പ്രദീപ് കുമാർ വിജയിക്കുന്നു. അതിനുശേഷമാണ് ദീർഘകാലം കോർപ്പറേഷൻ്റെ കൗൺസിലറും പിന്നീട് നഗരസഭ മേയറും ഒപ്പം ഈ ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാനുമൊക്കെ ആയിരുന്ന തോട്ടത്തിൽ രവീന്ദ്രനെ സ്ഥാനാർത്ഥിയായി നിശ്ചയിക്കുന്നത്. പക്ഷേ അവിടെ ഏറ്റവും ശ്രദ്ധേയമായ മാറ്റം വന്നിരിക്കുന്നത് BJP വോട്ടുകളിലാണ്. കഴിഞ്ഞ കുറച്ച് തെരഞ്ഞെടുപ്പുകൾ പരിശോധിച്ചാൽ BJP വോട്ടുകളിൽ ഗണ്യമായ ഒരു പുരോഗതി അവിടെ ഉണ്ടായിരിക്കുന്നു. കഴിഞ്ഞ തവണ മത്സരിച്ച MT രമേശ് 30,000-ന് അടുത്ത് വോട്ട് നേടിയ ആളാണ്. ഒപ്പം നവ്യ ഹരിദാസാണ് ഇത്തവണ BJP സ്ഥാനാർത്ഥിയായി മത്സരരംഗത്തുള്ളത്. ഈ കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിൻ്റെ കീഴിൽ പരിശോധിച്ചാൽ ഏതാണ്ട് 7 ഡിവിഷനുകളടക്കം ഇപ്പോൾ ജനപ്രതിനിധികളായിരിക്കുന്നത് BJP ആണ്. അതുകൊണ്ട് BJP പിടിക്കുന്ന വോട്ടുകളാണ് ഇത്തവണ ഏറ്റവും നിർണായകമായി മാറുക എന്ന് നമുക്ക് പറയേണ്ടി വരും. അതുതന്നെയാണ് ഒരു പക്ഷേ തോട്ടത്തിൽ രവീന്ദ്രൻ്റെ സ്ഥാനാർത്ഥിത്തിലേക്ക് പോലും കാര്യങ്ങൾ എത്തിയത്. അദ്ദേഹം എപ്പോഴും വിശ്വാസത്തെയും ദൈവങ്ങളെയും കുറിച്ചൊക്കെ വളരെ പോസിറ്റീവായി സംസാരിക്കുന്ന, താൻ ഇപ്പോഴും ഈ പൂജ നടത്തുന്ന ആളാണ് എന്ന് പരസ്യമായി പറയുകയും ചെയ്യുന്ന ഒരു ആൾ കൂടിയാണ്. എന്തായാലും അത്തരം വോട്ടുകൾ തന്നിലേക്ക് കേന്ദ്രീകരിക്കപ്പെടും, അല്ലെങ്കിൽ വോട്ടുകൾ ലഭിക്കും എന്ന പ്രതീക്ഷയാണ്. അങ്ങനെയാണ് അവരുടെ പ്രതീക്ഷയ്ക്ക് കൂടി വകയുണ്ട്. ബാലുശ്ശേരിയെ സംബന്ധിച്ച് സച്ചിൻ ദേവൻ എന്നെ പോലെ SFIയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന ഒരു യുവ നേതാവ് മത്സരിക്കുകയും വിജയിക്കുകയും ഒക്കെ ചെയ്ത മണ്ഡലം. ധർമ്മജൻ ബോൾഗാട്ടിയെ പോലെയുള്ളവരൊക്കെ എത്തിയിട്ട് പോലും അവിടെയൊക്കെ പരാജയപ്പെടുത്തി വിജയിക്കാൻ കഴിഞ്ഞ ഒരു മണ്ഡലം ബാലുശ്ശേരി. ബാലുശ്ശേരിയിലെ ഇത്തവണത്തെ സച്ചിനെതിരെയുള്ള VT സൂരജിൻ്റെ മത്സരം, അതിൽ കോൺഗ്രസും കാണുന്നത് അവിടെ ഒരു സാധ്യത മാത്രമാണ്. പക്ഷേ LDF അത് ഉറച്ചു തന്നെ വിശ്വസിക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ്. അങ്ങനെ ഏതെങ്കിലും UDFൻ്റെ ഒരു സാധ്യത, ആ സാധ്യതയിൽ ബാലുശ്ശേരി പെടുമോ? കിരൺ, കഴിഞ്ഞ തവണ ഒരു സെലിബ്രിറ്റി മണ്ഡലം എന്ന രീതിയിലാണ് ധർമ്മജൻ്റെ വരവോടുകൂടി ബാലുശ്ശേരി ശ്രദ്ധേയമായത്. അതിനു മുമ്പ് പലവട്ടം CPM സ്ഥാനാർത്ഥി വിജയിച്ച ഒരു മണ്ഡലമാണ്. പക്ഷേ ഇത്തവണ തൊട്ടടുത്ത് പേരാമ്പ്രയിൽ താമസിക്കുന്ന അല്ലെങ്കിൽ ബാലുശ്ശേരിയിലൊക്കെ പ്രവർത്തന പരിചയമുള്ള VT സൂരജാണ് മത്സരരംഗത്തെത്തുന്നത്. അത് നമുക്കറിയാം, ഒരു പ്രതിപക്ഷ പാർട്ടി എന്ന രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ അതിലേറ്റവും ചാവേറുകളായി മുന്നോട്ട് നിൽക്കുന്നത് KSUവിൻ്റെ നേതാക്കളും യൂത്ത് കോൺഗ്രസ് നേതാക്കളും ഒക്കെയാണ്. അങ്ങനെ സമരമുഖങ്ങളിലേറെ സജീവമായി കോഴിക്കോട് പരിചിതമായ ഒരു മുഖമാണ് VT സൂരജ്. അദ്ദേഹം അങ്ങേയറ്റം ദാരിദ്ര്യം നിറഞ്ഞ ഒരു ചുറ്റുപാടുകളിൽ നിന്നും വളർന്നു വരുന്ന ഒരു നേതാവ് കൂടിയാണ്. ഒപ്പം കാര്യമായ ഒരു വികസന പരിപാടികൾ നടത്തിയില്ല, അല്ലെങ്കിൽ മണ്ഡലത്തിൽ സജീവമായിരുന്നില്ല എന്നൊക്കെയാണ് അദ്ദേഹത്തിനെതിരെ അല്ലെങ്കിൽ സച്ചിൻ ദേവിനെതിരെ ആരോപണമായി UDF ഉന്നയിക്കുന്നത്. അതുകൊണ്ട് രണ്ട് യുവ മുഖങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ അതിൻ്റെ ഒരു ആനുകൂല്യം ലഭിക്കുമെന്ന് ഉള്ള ഒരു പ്രതീക്ഷയുണ്ട്. അങ്ങനെ വിജയിച്ച് കയറാം എന്ന പ്രതീക്ഷയാണ് UDFിനുള്ളത്. പക്ഷേ ഒരു തരത്തിലും ഒരു തോൽവി ഒരു സാഹചര്യത്തിലും ഉണ്ടാവില്ല എന്ന് CPM കരുതുന്ന മണ്ഡലമാണ് സച്ചിൻ ദേവ്. ആര്യ രാജേന്ദ്രൻ മണ്ഡലത്തിലേക്ക് എത്തുമോ ഇല്ലയോ എന്നതുപോലും ചർച്ചയാക്കി മാറ്റിയ ഒരു തെരഞ്ഞെടുപ്പാണ് കടന്നുപോയത്. എന്തായാലും UDFിന് പ്രതീക്ഷയുണ്ട്. പക്ഷേ CPM ഒരു കാരണവശാലും മണ്ഡലം കൈവിട്ടു പോകില്ല എന്ന് പ്രതീക്ഷിക്കുന്നവരിടമാണ്. കഴിഞ്ഞ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ ബാലുശ്ശേരി മണ്ഡലത്തിന് കീഴിലെ ചില പഞ്ചായത്തുകളൊക്കെ അപ്രതീക്ഷിതമായി നഷ്ടപ്പെട്ടത് CPMന് ഒരു തിരിച്ചടിയായിരുന്നു. പക്ഷേ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതൊന്നും ഒരു ഘടകമായി മാറില്ല എന്നതിനുള്ള പ്രതീക്ഷയാണ് CPMനുള്ളത്. അനീഷ, നമുക്ക് ഈ LDFിൻ്റെ പ്രതീക്ഷ പരിശോധിക്കുന്നതിന് മുമ്പ് അവിടെ LDF ഉറപ്പായി ജയിക്കുമെന്ന് LDF കരുതുകയും ഒരു കാരണവശാലും ജയിക്കില്ല എന്ന്, അല്ലെങ്കിൽ വമ്പൻ അട്ടിമറി അല്ലാതെ ജയിക്കില്ല എന്ന് UDF കരുതുകയൊക്കെ ചെയ്യുന്ന മണ്ഡലമാണ് ബേപ്പൂർ മണ്ഡലം. ബേപ്പൂർ എല്ലാ കാലത്തും LDFിൻ്റെ വലിയ കോട്ടയാണ്. എളമരം കരീമിനെ പോലെ ഒക്കെ ഉള്ള ഒരു പ്രധാനപ്പെട്ട നേതാവ് മത്സരിച്ച് വിജയിച്ച ഒരു സ്ഥലം കൂടിയാണ് ബേപ്പൂർ. ബേപ്പൂർ മണ്ഡലത്തിൻ്റെ ചിത്രം ഇതാണ്. ബേപ്പൂരിൽ 5,316 LDFിൻ്റെ ഭൂരിപക്ഷമെങ്കിൽ 2016 അത് 14,363. മുഹമ്മദ് റിയാസ് വരുമ്പോൾ വീണ്ടും ഭൂരിപക്ഷം ഉയരുകയാണ്. 28,747
വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടു കൂടിയാണ് മുഹമ്മദ് റിയാസ് അവിടെ ജയിക്കുന്നത്. ഇവിടെ PV അൻവർ മരുമോനിസത്തിനെതിരെ മത്സരിക്കുമെന്നൊക്കെ പറയുകയും വളരെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുകയും വളരെ നേരത്തെ അദ്ദേഹം പറഞ്ഞാണ് ഞാൻ എന്നെ ബേപ്പൂരിൽ സ്ഥാനാർത്ഥിയാക്കൂ, ഞാൻ മുഹമ്മദ് റിയാസിനെ പരാജയപ്പെടുത്താമെന്നൊക്കെ. പക്ഷേ UDF ഇപ്പോൾ എവിടെയും PV അൻവറിൻ്റെ ഒരു വിജയം പ്രതീക്ഷിക്കുന്നില്ല. എങ്കിലും കൗതുകമുള്ള ഒരു മത്സരം തന്നെയാണ്. LDF ഉറപ്പ് ഒന്നാമതായി തന്നെ കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷം ഓരോട്ടെങ്കിലും കൂടുമെന്ന് പറഞ്ഞാൽ 28,000-ൽ കൂടുക എന്ന് പറഞ്ഞാൽ വമ്പൻ ഭൂരിപക്ഷത്തിലേക്ക് എത്തുമെന്നൊക്കെ പറയുന്നു. ബേപ്പൂരിൻ്റെ ഒരു ചിത്രം ഒന്ന് ചുരുക്കി പറയാം. തീർച്ചയായും വലിയ പ്രതീക്ഷകളോടുകൂടിയാണ് PV അൻവർ ബേപ്പൂരിലേക്ക് എത്തിയത്. പക്ഷേ മത്സരത്തിന് മുമ്പ് അദ്ദേഹം എത്തിയപ്പോഴുള്ള ആവേശം പിന്നീട് ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് തീർത്ത് പറയേണ്ടി വരും. കാരണം കോലി ബി സഖ്യം വന്നിട്ട് പോലും ഇടത് സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ കഴിയാതിരുന്ന മണ്ണാണ്. അതുകൊണ്ട് ഇത്തവണയും അവിടെ യാതൊരു അനക്കവും സൃഷ്ടിക്കാൻ കഴിയില്ല. മനുമോനിസം, പിണറായിസം തുടങ്ങിയ പ്രചാരണ വിഷയങ്ങളാണ് അൻവർ പ്രചാരണ രംഗത്ത് പറഞ്ഞത്. പക്ഷേ ഈ വ്യക്തിപരമായ അധിക്ഷേപങ്ങളല്ല തെരഞ്ഞെടുപ്പ് രംഗത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. വികസനമാണ്, രാഷ്ട്രീയമാണ് എന്നൊക്കെയാണ് മന്ത്രി മുഹമ്മദ് റിയാസ് അവിടെ ആവർത്തിച്ച് വ്യക്തമാക്കിയത്. എന്തായാലും തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള കണക്കെടുപ്പുകൾ വരുമ്പോൾ കോൺഗ്രസിന് അതിനുശേഷം പ്രതീക്ഷയില്ലാത്തൊരു മണ്ഡലമാണ്. നേരത്തെ അൻവർ ഒരു അട്ടിമറി നടത്തുമെന്നൊക്കെ പറഞ്ഞവർ പോലും കണക്കിൽപ്പെടുത്താത്ത, അല്ലെങ്കിൽ ജില്ലയിലെ മറ്റു മണ്ഡലങ്ങളിൽ 50% സാധ്യതകൾ പോലും പറയുമ്പോഴും ഒരു സാധ്യതകളും നേതാക്കളടക്കം പറയാത്ത ഒരു മണ്ഡലമാണ് ഇപ്പോൾ ബേപ്പൂർ. കിരൺ, നമുക്ക് LDFിൻ്റെ പ്രതീക്ഷ. LDF നമ്മൾ നേരത്തെ പറഞ്ഞു 6 സീറ്റുകളാണ് പ്രതീക്ഷ. കോഴിക്കോട് നോർത്ത്, കുന്നമംഗലം, ബേപ്പൂർ, എലത്തൂർ, ബാലുശ്ശേരി, പേരാമ്പ്ര. സാധ്യത കാണുന്നത് LDF ഒരു തരംഗം LDFിന് അനുകൂലമായിട്ടുണ്ടെങ്കിൽ കുറ്റ്യാടി, തിരുവമ്പാടി, കൊയിലാണ്ടി, നാദാപുരം. അവർ ഒട്ടും സാധ്യത കാണാത്ത കോഴിക്കോട് സൗത്തും കൊടുവള്ളിയും വടകരയുമാണ്. അതെന്തായാലും അവിടെ നമുക്ക് അതിലേക്ക് പോകേണ്ട കാര്യമില്ല. ഈ തിരുവമ്പാടിയെ സംബന്ധിച്ച് എന്തുകൊണ്ടാണ് LDFിനെ സംബന്ധിച്ച് ലിൻഡോ ജോസഫിനെ പോലെ ഒരാൾ നിൽക്കുക? അവിടെ ഉറച്ച മണ്ഡലം ആവേണ്ട ഒരു മണ്ഡലത്തിൽ ഇക്കുറി എന്തുകൊണ്ടാണ് LDF അടക്കം ഒരു സാധ്യതയിലേക്ക് കാണുന്നതും UDF അവിടെ വിജയം പ്രതീക്ഷിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നു? എന്താണ് തിരുവമ്പാടിയുടെ ഒരു ചിത്രം? കിരൺ, സ്ഥാനാർത്ഥിയുടെ ജനകീയതയും വികസന കാര്യങ്ങൾ നടപ്പിലാക്കിയത് ഒരു വേഗതയും അതിൻ്റെ ഊർജ്ജസ്വലതയും ഒക്കെ പരിശോധിച്ചാൽ ഒരുപക്ഷെ കോഴിക്കോട് ജില്ലയിൽ പ്രതിപക്ഷ ആളുകൾ പോലും തള്ളിപ്പറയാൻ കഴിയാത്ത ഒരാളാണ് ലിൻഡോ ജോസഫ് എന്ന MLA. അദ്ദേഹത്തിന് വലിയ സ്വീകാര്യത മണ്ഡലത്തിലുണ്ട്. പക്ഷേ കഴിഞ്ഞ കുറച്ച് തവണകളായി നമുക്കറിയാം മുസ്ലിം ലീഗിലുള്ള ചില ഭിന്നതകളാണ് പലപ്പോഴും അവിടെ ഒരു വിജയം നേടാൻ CPM-നെ സഹായിച്ചത്. ഒപ്പം ഈ ജാതി മത സമവാക്യങ്ങളൊക്കെ പലപ്പോഴും നിർണായകമാകുന്ന ഒരു സാഹചര്യവുമുണ്ട്. കഴിഞ്ഞ കുറേ തവണകളായി ക്രൈസ്തവ വിഭാഗത്തിലുള്ള സ്ഥാനാർത്ഥികളെ മത്സരരംഗത്ത് മുന്നോട്ട് വെച്ചാണ് CPM വിജയിക്കുന്നത്. ഇക്കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് തന്നെ നേരത്തെ രംഗത്തിറങ്ങിയും VS ജോയിയെ പോലെ മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ഒരാൾ ഇവിടെ മത്സരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചു. മുസ്ലിം ലീഗിൽ നിന്ന് തങ്ങൾ സീറ്റ് ഏറ്റെടുക്കുമെന്ന് പോലും ആവശ്യപ്പെട്ടു. എന്നാൽ ലീഗ് ഒരു തരത്തിലും തങ്ങളുടെ കൈവശമുള്ള തിരുവമ്പാടി സീറ്റ് വിട്ടു നൽകാൻ തയ്യാറാവാത്ത ഒരു സാഹചര്യമുണ്ടായി. കഴിഞ്ഞ തവണത്തെ ഒരു വോട്ടിംഗ് പാറ്റേൺ പരിശോധിച്ചാലും ലീഗിന് വലിയ ഭൂരിപക്ഷമുള്ള ഇടങ്ങളിൽ നിന്നും ലീഗ് സ്ഥാനാർത്ഥി PC ചെറിയ മുഹമ്മദ് എന്ന സ്ഥാനാർത്ഥി പിന്നോട്ട് പോകുന്ന ഒരു കാഴ്ച കണ്ടിരുന്നു. അത് ഈ കാസിമിൻ്റെ ഒപ്പം നിൽക്കുന്ന ആളുകളും ഒരു കാലുവാരി എന്നടക്കമുള്ള ചില ആരോപണങ്ങൾ ഉന്നയിക്കുകയും അത് ലീഗിൽ വലിയ പ്രശ്നമായി മാറുകയും ചെയ്തു. എന്നാൽ ഈ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് പരിഹരിച്ചു. ഒപ്പം ഈ കാസിം എന്ന സ്ഥാനാർത്ഥി ജനകീയനായ ആളാണ്. ലിൻഡോ ജോസഫിനെ പോലെ തന്നെ പ്രാദേശിക തലം മുതൽ ആളുകളെ നന്നായി അറിയാൻ കഴിയുന്ന, അത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളടക്കം ദീർഘനാളുകൾ അവിടെ ഉണ്ടായിരുന്ന ആൾ കൂടിയാണ്. അങ്ങനെ രണ്ട് ജനകീയരായ സ്ഥാനാർത്ഥികൾ ഏറ്റുമുട്ടുമ്പോൾ UDFിന് അനുകൂലമായൊരു നിലപാട് ഈ മറ്റ് പരിഗണനകൾക്കപ്പുറം ഇത്തവണ കത്തോലിക്ക സഭ അടക്കം സ്വീകരിക്കുമെന്നൊരു പ്രതീക്ഷ UDFിനുണ്ട്. അനീഷ, നമുക്ക് അപ്പോൾ എന്തായാലും നമുക്ക് ഈ തരത്തിൽ ചുരുക്കാം എന്ന് തോന്നുന്നു. കോഴിക്കോടിനെ സംബന്ധിച്ച് കോഴിക്കോട് 13 സീറ്റുകളിൽ 11-2 എന്നുള്ളതായിരുന്നു കഴിഞ്ഞ 2 തവണയും. അതിനു മുമ്പ് 10-3 എന്നുള്ള അവസ്ഥയായിരുന്നു. 2001 മാത്രമാണ് UDFിനെ സംബന്ധിച്ച് 6-6 എന്ന് 12 സീറ്റ് ഉണ്ടായിരുന്നത് ഇപ്പോൾ 13 സീറ്റിലേക്ക് വരുന്നു. അതിനുശേഷം 4 തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി വലിയ ഭൂരിപക്ഷം നേടിയ ജില്ലയാണ്. പക്ഷേ ആ വലിയ ഭൂരിപക്ഷം നേടിയ കോഴിക്കോട് UDF ഒരു അട്ടിമറി പ്രതീക്ഷിക്കുന്നു എന്ന് തന്നെ കണക്കാക്കാം. UDFിൻ്റെ അട്ടിമറി പ്രതീക്ഷയോട് ഏറെക്കുറെ യോജിച്ചു നിൽക്കുന്ന ഒരു കണക്കൂട്ടൽ തന്നെയാണ് LDFിനുള്ളത്. LDFും ഏറെക്കുറെ അത് സമ്മതിക്കുന്നു. കോഴിക്കോട് ജില്ലയിൽ LDFിന് തിരിച്ചടി ഉണ്ടാവും എന്ന് സമ്മതിക്കുന്നു എന്ന് തന്നെ കാണാം. UDFിനെ സംബന്ധിച്ച് കഴിഞ്ഞ തവണ 2 ആയിരുന്നുവെങ്കിൽ ഇത്തവണ 8 സീറ്റ് അവർ ഉറപ്പിക്കുകയാണ്. 2 സീറ്റ് മാത്രം ജയിച്ചൊരു ജില്ലയിൽ 8 സീറ്റ് ഉറപ്പിക്കുന്നെങ്കിൽ കോഴിക്കോട് DCC പ്രസിഡന്റ് പ്രവീൺ കുമാറിന് പൂർണ്ണമായും അഭിമാനിക്കാം. കേരളത്തിൽ UDF ഭരണത്തിലേക്ക് എത്തിക്കുന്നെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലയായി മാറുന്നുവെന്ന് ഭാഗ്യം കൂടി ഒത്തുവന്നാൽ 3 സീറ്റുകൾ കൂടി അവർക്ക് ലഭിച്ചേക്കാം എന്നുകൂടി UDFും കോൺഗ്രസും കണക്കൂട്ടുന്നു. അട്ടിമറി ഉണ്ടെങ്കിൽ മാത്രമാണ് 2 സീറ്റ്, അത് നമുക്ക് കണക്കൂട്ടേണ്ടതില്ല. അങ്ങനെ 8+3 11 സീറ്റുകൾ വരെ കഴിഞ്ഞ തവണ LDF നേടിയ സീറ്റ് വരെ എത്ര കുറഞ്ഞാലും 8 സീറ്റ് കിട്ടും എന്ന് UDFും കോൺഗ്രസും ഉറപ്പിച്ചു പറയുന്നു.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.